أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. സൂറ അൽ ബഖറയിലെ 84-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം: നാം ഇസ്രായേൽ സന്തതികളിൽ നിന്നും കരാർ വാങ്ങിയ സന്ദർഭവും ഓർക്കുക. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും നിങ്ങൾ നന്മ ചെയ്യുക. ജനങ്ങളോട് നല്ല വാക്ക് പറയുക. നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങളിൽ നിന്നും ചുരുക്കം പേരൊഴികെ നിങ്ങളെല്ലാവരും വിമുഖരായി പിന്തിരിഞ്ഞു കളഞ്ഞു. സയ്യിദുന ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു: കഴിഞ്ഞ റുക്കൂകളിൽ അള്ളാഹു യഹൂദികൾ പ്രവാചകന്മാർക്കെതിരെ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അവർ നിരന്തരം ചെയ്ത അനുസരണക്കേടിൻ്റെ ഫലമായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നുബൂവത്തിനെക്കുറിച്ച് നൽകിയ പ്രവചനം ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ നിന്നും ഇസ്മായിൽ നബിയുടെ പരമ്പരയിലേക്ക് മാറ്റപ്പെട്ടു. യഥാർത്ഥത്തിൽ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വിശ്വസിച്ചില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ശത്രുതാപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. മുസ്ലിങ്ങൾക്കെതിരെ അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചു. ഇതുമാത്രമായിരുന്നില്ല അവരെ തെറ്റുകാരാക്കിയത്, മറിച്ച് അവർ ചെയ്ത തിന്മകളുടെ വലിയ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി കൊണ്ടാണ് നുബുവത്ത് എന്നുള്ളൊരു അനുഗ്രഹം ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിൽ നിന്നും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിലേക്ക് മാറ്റപ്പെട്ടത്. ഹുസൂർ പറയുന്നു, പിന്നീട് അള്ളാഹു പറയുന്നത് ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ നുബുവത്ത് നൽകപ്പെട്ടത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ഔന്നിത്യത്തിൻ്റെയോ കാരണമായി ആയിരുന്നില്ല, മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് മാത്രമായിരുന്നു. അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ആ വാഗ്ദാനത്തെ ലംഘിച്ചപ്പോൾ ഇസ്ഹാഖ് പരമ്പരയിൽ വന്ന ഒരാൾ എന്നതുകൊണ്ട് മാത്രം അവർക്ക് നുബുവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകാൻ സാധിക്കുമായിരുന്നില്ല. ഈ റുക്കൂയിൽ അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അധ്യാപനങ്ങളിൽ നിന്നും അഭിപ്രായ വ്യത്യാസമുള്ളത് മാറ്റി നിർത്തുക. എന്നിട്ട് സ്വഭാവ സംസ്കരണത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ നൽകിയ ആ പ്രവർത്തനങ്ങൾ, ആ നിർദ്ദേശങ്ങൾ പരിഗണിക്കുക. എന്നിട്ട് പറയുക, അത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന്. ഇവിടെ അള്ളാഹു പറയുന്നത്, നാം നിങ്ങളുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ആ ഉടമ്പടി പൂർത്തിയാക്കുകയാണെങ്കിൽ അനുഗ്രഹവും അത് ലംഘിക്കുകയാണെങ്കിൽ ശിക്ഷയും വിധിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ ആ ഉടമ്പടി പൂർത്തിയാക്കിയില്ല. നിങ്ങൾ നിങ്ങളുടെ മതം നിഷ്കർഷിക്കുന്ന പ്രവർത്തനവും ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ നാം അയച്ച പ്രവാചകനെയും നിഷേധിക്കുന്നു. അങ്ങനെ നിങ്ങൾ വലിയ തെറ്റുകാരായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ആയത്തിൽ മീസാഖ് അഥവാ ഉടമ്പടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക സമയത്ത് ചെയ്ത ഉടമ്പടിയല്ല, മറിച്ച് വ്യത്യസ്ത സമയങ്ങളിലായി ചെയ്ത ഉടമ്പടികളാണ്. അത് ബൈബിളിൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ അതെല്ലാം ഒരുമിച്ച് ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാമതായി പറയുന്നത് അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയും ആരാധിക്കരുത് എന്നുള്ളതാണ്. ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ വിധത്തിലുള്ള തൗഹീദിൻ്റെ കൽപ്പനകൾ നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിലെ 20-ാം അധ്യായത്തിൽ പറയുന്നു, ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. അപ്രകാരം തന്നെ മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള കൽപ്പനയും ബൈബിളിൽ നൽകപ്പെട്ടിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിലെ 20-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും നീ ബഹുമാനിക്കുക.
അയൽവാസികളോടുള്ള സൽപെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നു. നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യരുത്. പൊതുവായി മനുഷ്യകുലത്തോട് ചെയ്യേണ്ട കടമകളെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു. വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്, കള്ളസാക്ഷ്യം നൽകി തെറ്റുകാരന് കൂട്ടുനിൽക്കരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരെ കോടതിയിൽ സാക്ഷ്യം നൽകരുത്, വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത്, ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. നിന്നെ വെറുക്കുന്നവൻ്റെ കഴുത ചുമടിനു കീഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത്, അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. വ്യവഹാരത്തിൽ ദരിദ്രന് നീതി നിഷേധിക്കരുത്, തെറ്റായ കുറ്റാരോപണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക, നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത്, ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല. ഹുദൂർ പറയുന്നു, ഈ കൽപ്പനകളെല്ലാം ഉണ്ടായിട്ടും യഹൂദികൾ ഈ കൽപ്പനകളെല്ലാം അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉസൈറിനെ ഇബ്നുള്ള, അള്ളാഹുവിൻ്റെ മകനായി അവർ വിശ്വസിക്കാൻ തുടങ്ങി. അവരിൽ ചിലർ അവരുടെ പണ്ഡിതന്മാരുടെ കൽപ്പനകളെ ദൈവിക കൽപ്പനകൾ പോലെ അനുസരിക്കുകയും അവരുടെ ഗ്രന്ഥത്തിൽ നൽകിയിട്ടുള്ള ദൈവിക കൽപ്പനകളെ അവഗണിക്കുകയും ചെയ്യാൻ ആരംഭിച്ചു. അനാഥരോടും അഗതികളോടുമുള്ള അവരുടെ പെരുമാറ്റം വളരെ മോശമായി. മനുഷ്യകുലത്തോടുള്ള സഹാനുഭൂതി ഇല്ലാതായിരിക്കുന്നു. ആരാധനകളിലും ദാനധർമ്മങ്ങളിലും അലസത കാണിക്കുന്നു. ഇന്നത്തെ മുസ്ലിങ്ങളും അവർ തങ്ങളെ മുസ്ലിങ്ങളെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും യഹൂദികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അവരിലും കാണാൻ സാധിക്കുന്നതാണ്. മറ്റാരെയും ആരാധിക്കുകയില്ല എന്ന പ്രതിജ്ഞ ചെയ്തവരാണ് യഹൂദികൾ. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിൻ്റെ അടിത്തറ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് മുസ്ലിങ്ങൾ ഖബറുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരായി മാറിയിരിക്കുകയാണ്. ഹുദൂർ പറയുന്നു, ഈ രീതിയിൽ മുസ്ലിങ്ങളും മുസ്ലിം പണ്ഡിതന്മാരും ഖബറുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ആശ്ചര്യമാണ് ഉണ്ടാകുന്നത്. മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഈ ആയത്തിൽ യഹൂദികളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് നൽകുന്ന മുന്നറിയിപ്പ്, നിങ്ങൾ ഒരിക്കൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ അകപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു യഹൂദികൾക്ക് നൽകിയ കൽപ്പന മാതാപിതാക്കളോട് ഔദാര്യപൂർവ്വം പെരുമാറുക, ഈ കാര്യം ഇന്ന് മുസ്ലിങ്ങളിലും ഇല്ലാതായിരിക്കുകയാണ്. അപ്രകാരം തന്നെ ബന്ധുമിത്രാദികളോടും അനാഥരോടും അഗതികളോടും കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നു. അതും ആ ഉത്തരവാദിത്തങ്ങളും ഇന്ന് മുസ്ലിങ്ങൾ വിസ്മരിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.